അപ്പോൾ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്യാം. അമ്മയെ ഒന്ന് പോയി സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ദേ ഈ കാണുന്ന ഈ സ്ഥലത്തിനെ ദേ ഇവിടെ നിന്ന് ദേ ഇങ്ങനെയാക്കി മാറ്റുക എന്നുള്ളതാണ്. പറയാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരി തുടങ്ങി. പക്ഷെ ഇവിടെ അടിച്ചു വാരൽ അത്ര എളുപ്പമല്ല കേട്ടോ. ഈ പുല്ലിൽ ഇല കിടക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കുറച്ചൊക്കെ പെറുക്കി കളയേണ്ടിയൊക്കെ വന്നു. അപ്പം ഞാൻ മാത്രമല്ല, മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾ അമ്മ തന്നെയാണ്. പിന്നെ നമുക്ക് ദേ ഈ സ്ഥലവും ക്ലീൻ ചെയ്യണം, അതേപോലെ തന്നെ ആ ഗാർഡൻ ഏരിയയും ക്ലീൻ ചെയ്യണം. ദേ ഞങ്ങൾക്കൊരു സൂപ്പർവൈസർ ഉണ്ട്, ഇദ്ദേഹം അപ്രൂവ് ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ. ഇവൻ എങ്ങനെയൊക്കെയോ ഈ ഭാഗത്തേക്ക് കിടക്കും, പക്ഷെ അത് കഴിഞ്ഞ് ഈ ചട്ടി ക്രോസ് ചെയ്ത് വേണ്ട ഇപ്പുറത്തേക്ക് വരാൻ. അത് എപ്പോഴും അവൻ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ഥിരം കൊല. ഇത് ഒരുപാട് തവണയായി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അവൻ ചെയ്യുന്നു. ഞാൻ അവനെ എടുത്ത് പുറത്തോട്ടൊക്കെ നിർത്തി. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെടികളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തെടുത്തു. അമ്മയാണ് ഇതിൻ്റെ മെയിൻ ആള്. പിന്നെ ഇത് കണ്ടോ, ഇത് വിയറ്റ്നാം ചക്കയാണേ. അപ്പം ഇത് ചെടി താഴെ നിലത്ത് ചെടിയായിരുന്നപ്പോൾ തന്നെ നിലത്ത് ഇങ്ങനെ വീണ് കിടക്കണ പോലെ ചക്ക ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ കുറേ പറക്കുകയൊക്കെ ചെയ്തു. നമുക്കിനി ഇതാ ഈ കാണുന്ന സ്ട്രെച്ചും ക്ലീൻ ചെയ്യണം. അപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടി തുടങ്ങുന്നതുകൊണ്ട് അവനെ കയറ്റി മുകളിലിരുത്തി. അപ്പം ഞാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ടാസ്ക് ഈ കുമ്പിട്ട് അടിക്കുന്നേക്കാളും നനയ്ക്കലാണല്ലോ. അപ്പം ഞാൻ വേഗം അതൊക്കെ അങ്ങോട്ട് വാങ്ങി നന തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവനെ പോയി കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സൂപ്പർവൈസർ ആണല്ലോ, പുള്ളിക്കാരനെ അപ്രൂവ് ചെയ്യണമല്ലോ. പിന്നെ അമ്മയാണ് ഡെഡിക്കേഷനിൽ പണിയെടുക്കുന്നത്. ഇപ്പോൾ വെള്ളപ്പരിപാടികളൊക്കെ തുടങ്ങി. ഞാനിനി മറ്റേ സൈഡും കൂടി ഒന്ന് നനയ്ക്കണം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ ഗാർഡൻ പരിപാടിയൊക്കെ സ്വയം ചെയ്യുകയാണോ, അതോ ആരെങ്കിലും വന്ന് ചെയ്തു തരികയാണോ? ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിതൊക്കെ സ്ഥിരം ചെയ്യുന്ന ആളൊന്നുമല്ല, അമ്മയാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ ആള്. ഞാൻ ഇടയ്ക്ക് ഇടയിലൊക്കെ ചെയ്യും. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൈയും കാലും മുഖമൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി അങ്ങനെ വളരെ സ്ലോ ആയി വളരെ പീസ്ഫുള്ളായ ഒരു ഈവനിങ് ആയിരുന്നു ആ ദിവസം. നിങ്ങളുടെ വൈകുന്നേരങ്ങൾ എങ്ങനെയാണ് പോണേന്നൊക്കെ പറയണേ. ഇത് ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.